അപ്പോൾ നിങ്ങൾ കണ്ട പോലെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഐക്യയിൽ വന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഷോപ്പ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഐക്യയിൽ വന്നപ്പോൾ നല്ല രീതിക്ക് ഓഫർ റൺ ചെയ്യുന്ന ടൈമായിരുന്നു. ഈ ഫ്ലവേഴ്സ് ആണെങ്കിലും ഹോം ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും എല്ലാത്തിനും 199, 399 അത്യാവശ്യം നല്ല രീതിക്ക് ഒറിജിനലിന് വെല്ലുന്ന ടൈപ്പിലുള്ള ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനെല്ലാത്തിനും 199, 399 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഓർഗനൈസർ, നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് ഓർഗനൈസർ ആണെങ്കിൽ ആക്സസറീസ് ഓർഗനൈസർ ആണെങ്കിൽ എല്ലാത്തിനും ഈ 199 ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള ചെയേഴ്സ്, ടേബിൾ എല്ലാത്തിനും നല്ല രീതിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഈസി ടു ക്യാരി ചെയ്യാണ്. ഒരു 1000-2000 ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറെ ചെല്ലുമ്പോൾ ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ കുറേ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ഒരു റൂം ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ എല്ലാത്തിനും ഒരു റെപ്ലിക്ക അവിടെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചൺ ആണെങ്കിലും ലിവിങ് റൂം ആണെങ്കിലും അതേപോലെ തന്നെ ബെഡ്റൂം, കിഡ്സ് റൂം, ഇതെല്ലാമേ നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യാം, ഇതെല്ലാം അവിടെ നല്ല രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റുകളാണെങ്കിലും നമുക്കവിടെ QR കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ വെബ്സൈറ്റിൽ പോയിട്ട് QR കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോക്കറി ഐറ്റംസ്, കിച്ചൺ ആക്സസറീസ്, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കൺഫ്യൂഷനാവും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഏത് പർച്ചേസ് ചെയ്യണം. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് 699 ഒക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ അതിനേക്കാളും കൂടുതലാണ്. നമ്മൾ അത് ഓൺലൈനിൽ നോക്കുമ്പോഴാണെങ്കിൽ അതിന് ഭയങ്കര റേറ്റ് കൂടുതലായിട്ട് തോന്നും. പക്ഷെ നമുക്കെല്ലാം എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് എല്ലാം അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വാങ്ങും എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ആ കൺഫ്യൂഷൻ മാറാനായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത് ഐക്യ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഈ ബെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഗേൾസിൻ്റെയും ഡ്രീം ബെഡായിരിക്കും അത്. പിന്നെ ഞങ്ങൾ മിറർ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് മിറർ എങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അവിടെ കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒരു മിറർ പ്രവീണ വാങ്ങും. ഉറപ്പായിട്ടും പ്രവീണയ്ക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ പർച്ചേസ് ചെയ്തു. അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ട്രോളി ബാഗിൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണ്. ഈവനിങ് ആയിട്ട് പോലും ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഏത് ഫുഡ് കഴിച്ചു ഐക്യയിൽ വന്നിട്ടെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഐക്യ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തത് ഫുഡാണ്. അപ്പോൾ ഫുഡ് വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.